ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന വായനാ ഭാഗം യോശുവയുടെ പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളായിരിക്കുന്ന 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. യോശുവയുടെ പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളിലേക്ക് നാം എത്തുമ്പോൾ ഇത് ഇസ്രായേലിൻ്റെ കനാൻ ജയത്തിൻ്റെ സമാപനം മാത്രമല്ല, മറിച്ച് വിശ്വസ്തനായ ഒരു നേതാവിൻ്റെ അവസാന സന്ദേശമാണ് നാം കേൾക്കുന്നത്. യോശുവയുടെ ഏറ്റവും വലിയ ആശങ്ക സൈനിക വിജയമല്ലായിരുന്നു, ആത്മീയ വിശ്വസ്തതയായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നത് യാത്രയുടെ അവസാനമല്ല, അവ നൽകിയ ദൈവത്തോട് അവസാനം വരെ വിശ്വസ്തരായി നിലനിൽക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളിയെന്ന് യോശുവ 22 മുതൽ 24 വരെ നമ്മെ പഠിപ്പിക്കുന്നു. 22-ാമത്തെ അധ്യായത്തിൽ വർഷങ്ങളോളം നീണ്ട യുദ്ധങ്ങൾക്ക് ശേഷം രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പകുതി ഗോത്രം എന്നിവർക്ക് യോർദാൻ്റെ കിഴക്ക് വശത്തുള്ള തങ്ങളുടെ അവകാശ ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം ലഭിച്ചു. യോശുവ അവരെ അനുഗ്രഹിക്കുകയും യഹോവയെ സ്നേഹിക്കുവാനും അവൻ്റെ വഴികളിൽ നടക്കുവാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുവാനും അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തുന്നതിന് മുൻപ് അവർ യോർദാൻ നദിക്കരയിൽ ഒരു വലിയ യാഗപീഠം പണിതു. യാഗങ്ങൾ അർപ്പിക്കുവാൻ തിരുനിവാസത്തിലെ യാഗപീഠം മാത്രമേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളൂ എന്നതിനാൽ പടിഞ്ഞാറൻ ഗോത്രങ്ങൾ ഇത് ദൈവത്തോടുള്ള മത്സരമായി തെറ്റിദ്ധരിച്ചു. അതിനാൽ ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിന് പോലും തയ്യാറായി. എന്നാൽ ഉടൻ ആക്രമിക്കുന്നതിന് പകരം അവർ ഫിനെഹാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘത്തെ കാര്യം അന്വേഷിക്കുവാൻ അയച്ചു. കിഴക്കൻ ഗോത്രങ്ങൾ വിശദീകരിച്ചത് ആ യാഗപീഠം യാഗങ്ങൾ അർപ്പിക്കുവാനല്ല, മറിച്ച് ഭാവി തലമുറകൾക്കും തങ്ങളുടെ യഹോവയുടെ നിയമജനത്തിൽ ഉൾപ്പെട്ടവരാണെന്നതിന് ഒരു സാക്ഷ്യമായി പണിതതെന്നായിരുന്നു അവരുടെ വിശദീകരണം. അങ്ങനെ ഏറ്റുമുട്ടലിന് മുമ്പ് ആശയവിനിമയം നടന്നതുകൊണ്ട് വലിയൊരു വിഭജനം ഒഴിവായി. ആത്മീയമായി ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് സത്യം അന്വേഷിക്കുന്നതിന് മുമ്പ് നിഗമനങ്ങളിലെത്തുമ്പോൾ ദൈവജനത്തിനിടയിൽ തെറ്റിദ്ധാരണകൾ വലിയ വിഭജനങ്ങൾക്ക് കാരണമാകുമെന്നാണ്. ഇന്ന് സഭകളിലും കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും സംഭവിക്കുന്ന അനേകം ഭിന്നതകൾ കേൾക്കാതെ വിധിക്കുന്നതിൻ്റെ ഫലമാണ്. ജ്ഞാനം കുറ്റം വിധിക്കുന്നതിന് മുമ്പ് സത്യം അന്വേഷിക്കുന്നു. ആ യാഗപീഠം വിഭജനത്തിൻ്റെ അടയാളമായിരുന്നില്ല, ഐക്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതവും ക്രിസ്തുവിനുള്ള സ്വന്തമെന്നതിൻ്റെ ജീവനുള്ള സാക്ഷ്യമായിരിക്കണം. അനാവശ്യ വിഭജനങ്ങൾ സൃഷ്ടിക്കുന്ന സ്മാരകങ്ങളാകരുത്. യോശുവ 23 വളരെ വാർദ്ധക്യത്തിലെത്തിയ യോശുവ ഇസ്രായേലിൻ്റെ നേതാക്കളെ വിളിച്ചുകൂട്ടി തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തി. അവർ അനുഭവിച്ച എല്ലാ വിജയങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. കനാൻ ദേശം അവരുടെ സൈനിക ശക്തി കൊണ്ടല്ല അവർ കീഴടക്കിയത്, യഹോവ തന്നെയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. തുടർന്ന് യോശുവ കനാന്യ സൈന്യത്തേക്കാൾ അപകടകരമായ ഒരു ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ചുറ്റുമുള്ള ജാതികളുമായി ഒത്തുതീർപ്പിലാകുന്ന ആത്മീയ വിട്ടുവീഴ്ച. അവർ വിഗ്രഹാരാധകരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവരുടെ ആചാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒടുവിൽ ന്യായവിധിയായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യോശുവയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. യഹോവയോട് ചേർന്നിരിപ്പീൻ, അവനെ സ്നേഹിപ്പീൻ, അവനെ അനുസരിപ്പീൻ, ഒരിക്കലും വിട്ടുവീഴ്ചയിലേക്ക് വഴുതി വീഴരുത്. ഈ മുന്നറിയിപ്പ് ഇന്നും അത്യന്തം പ്രസക്തമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി പലപ്പോഴും പുറത്തുനിന്നുള്ള പീഡനമല്ല, ഉള്ളിൽ നിന്നുള്ള വിട്ടുവീഴ്ചയാണ്. ശത്രു വിശ്വാസികളോട് ഒരൊറ്റ ദിവസം കൊണ്ട് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പറയാറില്ല. പകരം പതുക്കെ ആത്മീയ തണുപ്പിലേക്കും പാപത്തെ സ്വാഭാവികമെന്നും വിശുദ്ധി അനാവശ്യമെന്നും തോന്നിക്കുന്ന ജീവിതത്തിലേക്കും നയിക്കുന്നു. ഇന്നലത്തെ ആത്മീയ വിജയങ്ങൾ ഇന്നത്തെ വിശ്വസ്തതയ്ക്ക് ഉറപ്പല്ലെന്ന് യോശുവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ തലമുറ ഓരോ ദിവസവും ദൈവത്തോട് വിശ്വസ്തരായി നിലകൊള്ളാൻ തീരുമാനിക്കണം. 24-ാമത്തെ അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ മക്കളെ എല്ലാം ശേഖേമിൽ ഒരുമിച്ച് കൂട്ടി. ദൈവം ആദ്യം അബ്രഹാമിന് ഈ ദേശം വാഗ്ദാനം ചെയ്ത സ്ഥലമായിരുന്നു അത്. അവിടെ അദ്ദേഹം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുടനീളമുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർമ്മിപ്പിച്ചു. അതായത് ദൈവം അബ്രഹാമിനെ വിളിച്ചതും, ദൈവം ഇസ്ഹാക്കിനെയും യാക്കോബിനെയും പരിപാലിച്ചതും, ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതും, ശക്തരായ രാജാക്കന്മാരെ തോൽപ്പിക്കുവാൻ അവരെ സഹായിച്ചതും, അവർ പണിയാത്ത പട്ടണങ്ങളും നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും അവർക്ക് നൽകിയതിനെക്കുറിച്ചുമൊക്കെ. യോശുവ മനഃപൂർവ്വം ഇസ്രായേൽ ചെയ്ത കാര്യങ്ങളിലല്ല, ദൈവം ചെയ്ത കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവർ അനുഭവിച്ച ഓരോ അനുഗ്രഹവും ദൈവകൃപയുടെ തെളിവായിരുന്നു. അതിനുശേഷം വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ വാക്കുകൾ അദ്ദേഹം ഉച്ചരിച്ചു. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വിശ്വാസം പാരമ്പര്യമായി മാത്രം കൈമാറാൻ കഴിയില്ലെന്ന് യോശുവ മനസ്സിലാക്കിയിരുന്നു. ഓരോ തലമുറയും തങ്ങൾ ആരെ ആരാധിക്കുമെന്നത് വ്യക്തിപരമായി തീരുമാനിക്കണം. ജനങ്ങൾ ആവേശത്തോടെ യഹോവയെ സേവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു.
എന്നാൽ യോശുവ അവരോട് വളരെ സത്യസന്ധമായി സംസാരിച്ചു. ദൈവത്തെ സേവിക്കുന്നത് ഒരു വികാരനിർഭരമായ തീരുമാനം മാത്രമല്ല, വിശുദ്ധിയും മാനസാന്തരവും സമ്പൂർണ്ണ സമർപ്പണവും ആവശ്യപ്പെട്ടിരുന്ന ഒരു ജീവിതകാല നിയമബന്ധമാണെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. അവരുടെ പ്രതിജ്ഞയുടെ സാക്ഷ്യമായി ഒരു വലിയ കല്ല് സ്ഥാപിച്ചു. ഈ അധ്യായം യോശുവയുടെയും മഹാപുരോഹിതനായ എലയാസറിൻ്റെയും മരണവും യോസേഫിൻ്റെ അസ്ഥികൾ അടക്കം ചെയ്യപ്പെട്ടതും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിനോട് നൽകിയ ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർണ്ണമായി നിറവേറിയതിൻ്റെ മനോഹരമായ സമാപനമാണിത്. ഒരു തലമുറ അവസാനിച്ചു, എന്നാൽ ദൈവത്തിൻ്റെ നിയമം തുടർന്നു. ഈ 3 അധ്യായങ്ങളും ഓരോ വിശ്വാസിയുടെയും ആത്മീയ യാത്രയെ മനോഹരമായി ചിത്രീകരിക്കുന്നു. ഇസ്രായേലിനെ പോലെ നമുക്കും ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഭൗതിക ദേശമല്ല, ക്രിസ്തുവിലുള്ള രക്ഷ. യോർദാൻ അരികിലെ യാഗപീഠം പോലെ നമ്മുടെ ജീവിതവും നാം ദൈവത്തിനുള്ളവരാണെന്നതിന് ഒരു സാക്ഷ്യമായിരിക്കണം. യോശുവയെപ്പോലെ വിജയങ്ങളുടെ ഓർമ്മകൾ മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും പിന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. ശേഖേമിലെ ഇസ്രായേലിനെ പോലെ ഓരോ ദിവസവും നമുക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ക്രിസ്തുവിനെ സേവിക്കുമോ, അതോ സുഖസൗകര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ജനപ്രീതിയുടെയും സ്വാർത്ഥതയുടെയും വിഗ്രഹങ്ങളെ പിന്തുടരുമോ? ദൈവം ഇന്നും വിശ്വസ്തനാണ്. ചോദ്യം ഇതാണ്: അവൻ്റെ ജനങ്ങൾ അവനോട് വിശ്വസ്തരായി തുടരുമോ? ക്രിസ്തീയ പക്വത അളക്കപ്പെടുന്നത് നാം എത്ര ശക്തമായി ആരംഭിച്ചു എന്നതുകൊണ്ടല്ല, എത്ര വിശ്വസ്തമായി അവസാനിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. യോശുവയുടെ അവസാന വാക്കുകൾ ഇന്നും ഓരോ തലമുറയോടും മുഴങ്ങുന്നു: നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ: എൻ്റെ ജീവിതം ദൈവ ജനത്തിനിടയിൽ ഐക്യവും സത്യവും വളർത്തുന്ന ഒരു പാലമാണോ, അതോ അനാവശ്യ തെറ്റിദ്ധാരണകളും വിഭജനങ്ങളും സൃഷ്ടിക്കുന്ന കാരണമാണോ? ഇന്ന് യോശുവയുടെ പ്രഖ്യാപനം എനിക്കും പറയേണ്ടി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.